പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് സിജോമാഷ് നമുക്ക് ഈ പാഠത്തിൻ്റെ വളരെ വിശദമായിട്ടുള്ള വിവരണം തന്നിട്ടുണ്ട്. വളരെ കുറച്ചും ഭാഗം കൂടി ഇനി നമുക്ക് അതിനകത്ത് എടുക്കുവാനായിട്ടുള്ളൂ. ആ ഭാഗമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അപ്പോൾ സിജോമാഷ് നമുക്ക് ഈ എക്കണോമിക് തോട്ട്സ് എന്നുള്ള പാഠത്തിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ട് സമ്പദ് ശാസ്ത്രത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പം നമ്മളത് കണ്ടതാണ്. പ്രധാനമായിട്ടും 3 പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടതാണ്. അപ്പം എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഇതാണ് 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ആ 3 പ്രശ്നങ്ങൾക്കും ഉള്ള ഉത്തരങ്ങൾ കൂടി നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പാഠഭാഗത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വെസ്റ്റേൺ തിങ്കേഴ്സ്, പാശ്ചാത്യ ലോകത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ്, കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളവരും നമ്മൾ പഠിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതാണ് സിജോമാഷ് നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുള്ളത്. അവിടം വരെയുള്ള കാര്യങ്ങൾ കണ്ടു. അതിനെക്കുറിച്ചുള്ള നോട്ടുകളും നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്രത്തിന്, സാമ്പത്തിക രംഗത്ത് വളർച്ചയ്ക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുള്ള വ്യക്തികളെക്കുറിച്ചും അത് ഏതൊക്കെ രീതിയിലാണ് അവരുടെ സംഭാവനകൾ എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി ഇതനുസരിച്ച് എൻ്റെ നോട്ടുകൾ എഴുതി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി നിങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്യേണ്ടതാണ്. സമ്പദ് ശാസ്ത്ര ചിന്തകൾ, എക്കണോമിക് തോട്ട്സ് എന്ന പാഠഭാഗത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ തിങ്കേഴ്സ്, പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചു നിർത്തിയിരുന്നത്, നമ്മൾ കണ്ടത് വെസ്റ്റേൺ തിങ്കേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഏതൊക്കെയാണെന്നുള്ളവരും അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പം വ്യക്തികളെ കാണാൻ ഓരോരുത്തരെയാണ് നമ്മൾ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ചാണക്യ, ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്രദത്ത്, മഹാത്മാഗാന്ധി, അമർത്യ സെൻ, ഇവർ ഓരോരുത്തരും നൽകിയിരിക്കുന്ന സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ആദ്യത്തെ വ്യക്തിയാണ് ചാണക്യൻ. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം തന്നെ പഴക്കമുണ്ട്. ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ BC 370 മുതൽ ഉണ്ടായിരുന്നു, അവിടം വരെ ഉണ്ടായിരുന്നു. 283 മുതൽ 370 വരെയുള്ള കാലയളവിലാണ് ചാണക്യൻ ജീവിച്ചിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ മൗര്യ സാമ്രാജ്യത്തിന് മുഖ്യമായിട്ട് ഉപദേശം നൽകിയിട്ടുള്ള, സാമ്പത്തിക ഉപദേശം നൽകിയിട്ടുള്ള വ്യക്തിയാണ് ചാണക്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും എഴുതിയിട്ടുള്ളത്. അതിലൂടെയാണ് ഒരു രാജ്യത്തിന്റെ അകത്ത് സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് ഏതൊക്കെ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നത്. അപ്പൊ ശരിയായ രീതിയിലുള്ള സാമ്പത്തിക ആസൂത്രണം നടത്തുന്നില്ല എങ്കിൽ ആ രാജ്യം നാശത്തിലേക്ക് പോകും. അപ്പം സാമ്പത്തിക പുരോഗതിക്ക് ശരിയായിട്ടുള്ള നയങ്ങൾ ആവശ്യമാണ് എന്ന് അദ്ദേഹം തന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലൂടെ എടുത്തു പറയുകയാണ്. ഇപ്പം ഇങ്ങനെ നടത്താത്ത സർക്കാരുകൾക്ക് വരുമാന നഷ്ടം ഉണ്ടാകുന്നു. ശരിയായ രീതിയിലുള്ള നയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, വരുമാനം നഷ്ടം തടയുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് രാജ്യത്തിലെ, ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്രാജ്യ ശക്തിയായിട്ട് മഗധയ്ക്ക് വളരുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ രീതിയിലുള്ള ഒരു സാമ്പത്തിക ആസൂത്രണം നടത്തിയതുകൊണ്ടും സാമ്പത്തിക നയങ്ങൾ സ്വീകരിച്ചതുകൊണ്ടുമാണ് എന്ന് അദ്ദേഹം പ്രധാനമായിട്ടും എടുത്തു പറയുകയാണ് തൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലൂടെയാണ്. അപ്പം അത്രയും കാലഘട്ടത്തിന്റെ പഴക്കമുണ്ട് നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക്. ചാണക്യ, India's economic thoughts date back to the Maurya dynasty. Chanakya, the chief advisor of Chandragupta Maurya, wrote the famous Arthashastra. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് അർത്ഥശാസ്ത്ര. അദ്ദേഹം ആരാണെന്ന് പറയുകയാണ്, ചന്ദ്രഗുപ്ത മൗര്യന്റെ ഒരു അഡ്വൈസറാണ്, ഒരു ഉപദേഷ്ടാവായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു, നോക്കിയേ, the lack of effective economic activities can bring a nation to ruin. He emphasized the importance of following the right policies for a nation's progress. ഇപ്പൊ ശരിയായിട്ടുള്ള സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങൾ എന്തുമാത്രം പ്രാധാന്യം നൽകുന്നുവെന്ന്
അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിലൂടെ എടുത്ത് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. This would help the nations to prevent loss of revenue. അതെന്ത് ചെയ്യുന്നു? രാജ്യത്തിന്റെ അകത്തെ സാമ്പത്തിക നഷ്ടം തടയുന്നതിന് സഹായിക്കുന്നു എന്ന് അദ്ദേഹം എടുത്ത് പറയുകയാണ്. അങ്ങനെ മഗധ സാമ്രാജ്യത്തെ ഒരു പവർഫുൾ നാഷനാക്കി മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ് ചാണക്യ. രണ്ടാമത്തെ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അപ്പൊ നമ്മൾ കണ്ട് BC നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് കടന്നു വന്നിട്ടുള്ളതാണ്, നമ്മൾ കാണുന്നതാണ് ദാദാഭായ് നവറോജി. അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തില് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു ദാദാഭായ് നവറോജി. ഇപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം തന്റെ ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ എടുത്തു പറയുന്നതാണ്. ബ്രിട്ടീഷ് ഭരണമാണെന്നും അത് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചു എന്ന് അദ്ദേഹം തന്റെ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ സിദ്ധാന്തത്തിലൂടെ എടുത്തു പറയുന്നു. ആ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം തന്റെ സിദ്ധാന്തത്തിലൂടെ പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഒന്നാമത്തെ കാരണമാണ് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ. മൂന്നാമത്തതാണ് ബ്രിട്ടന്റെ സാമ്രാജ്യത്തെ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ. നാലാമത്തതാണ് ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യവസായ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. അപ്പൊ ഈ രീതിയിലൊക്കെ ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ടു പോകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദാദാഭായ് നവറോജി. Dadabhai Navroji was a well-known economist in British India. He pointed out that the Britishers were draining our resource that is led to economic crisis and poverty. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ വിഭവങ്ങൾ ചോർത്തിക്കൊണ്ടു പോകുന്നു. ഏത് രീതിയിൽ ചോർത്തിക്കൊണ്ടു പോകുന്നത് മൂലം എന്തുണ്ടാകുന്നു? സാമ്പത്തിക പ്രതിസന്ധിയും ദാരിദ്ര്യവും ഉണ്ടാകുന്നു. ഇതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേരാണ് ഡ്രെയിൻ തിയറി എന്ന പേരിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്ത അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. Reasons for the ruin of resource. First one, the British officers in India were paid high salaries. Second, goods from Indian raw materials and resources brought at extremely low prices were sold at a high prices at the Indian market. Third one, Indian wealth was robbed for expanding British Empire. Fourth, Indian laborers were treated as slaves and farms and industrial products were exported to England. ഇപ്പൊ നമ്മൾ കണ്ടതാണ് എന്ത് ചെയ്യുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഹൈ സാലറി കൊടുക്കണം, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു അവർ കളക്ട് ചെയ്യുന്നു. എങ്ങനെയാണ്? എക്സ്ട്രീംലി ലോ പ്രൈസ്, വളരെ താഴ്ന്ന വിലയ്ക്ക്, എന്നിട്ട് എന്ത് ചെയ്യുന്നു അത് പ്രോഡക്റ്റ് ആക്കിയിട്ട് ഉൽപ്പന്നമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുന്നു. അതെങ്ങനെയാണ്? ഹൈ പ്രൈസ്, ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നു. എന്ത് ചെയ്യുന്നു? ഈ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ലേബേഴ്സിനെ, ഇന്ത്യൻ ലേബേഴ്സിനെ ട്രീറ്റ് ചെയ്തിരുന്നത് അവർ കണ്ടിരുന്നത് സ്ലേവ്സ്, അടിമകളായിട്ടാണ്. ഇനി അതുപോലെ തന്നെ ഫാംസും അതുപോലെ തന്നെ ഇൻഡീരിയർ പ്രോഡക്റ്റും കാർഷിക വ്യവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ട് കയറ്റുമതി ചെയ്തിരുന്നു. ഈ രീതിയിലൊക്കെയാണ് ഇന്ത്യയുടെ സമ്പത്ത് അവര് കൊള്ളയടിച്ചിരുന്നത്. ഇനി അടുത്ത വ്യക്തിയാണ് രമേശ് ചന്ദ്ര ദത്ത്. ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് രമേശ് ചന്ദ്ര ദത്ത് നടത്തിയിട്ടുള്ള സാമ്പത്തിക പഠനങ്ങളാണ് സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് കരുത്തേകിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തു എന്ന് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര പഠനത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അപ്പം പടിഞ്ഞാറൻ നാഗരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ സിവിലൈസേഷൻ ആണ്. അപ്പം ബ്രിട്ടീഷുകാരുടെ വെസ്റ്റേൺ ഭാഗത്ത് കിടക്കുന്ന രാജ്യങ്ങൾ വരുന്നതാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ആ സംസ്കാരങ്ങള്,
അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ഇന്ത്യയെ എങ്ങനെ തകർത്തു എന്നാണ് അദ്ദേഹം തന്റെ പഠനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. The studies of Ramesh Chandra Dutt on British exploitation of India also strengthened the Indian economic thoughts. His study revealed how the Western civilization and British exploitation in India. ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയെ കൊള്ളയടിച്ചിട്ടുള്ളത്, ഇന്ത്യയെ തകർത്തിട്ടുള്ളത്, വെസ്റ്റേൺ സിവിലൈസേഷനും അതുപോലെ തന്നെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനും, ബ്രിട്ടീഷുകാരുടെ ചൂഷണവും അതുപോലെ തന്നെ പാശ്ചാത്യ നാഗരികതയെയും ഇന്ത്യയെ എങ്ങനെ തകർത്തു എന്ന് അദ്ദേഹം തന്റെ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്, പഠനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അപ്പം മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്ര രംഗത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. ഇതാണ് അദ്ദേഹം തന്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിലുള്ള ഗ്രാമീണ ജനതകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഇപ്പം ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് മഹാത്മാഗാന്ധി തന്റെ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവന നൽകിയ വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന്റെ പുസ്തകമായ ഹിന്ദു സ്വരാജിലാണ് സാമ്പത്തിക ശാസ്ത്രങ്ങളുടെ ചിന്തകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പം ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. അപ്പം അദ്ദേഹത്തിന്റെ ചിന്തകൾ പ്രധാനമായിട്ടും സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയതാണ്. അതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയത്തിലൂടെ, ചിന്തകളിലൂടെ അദ്ദേഹം പ്രധാനമായിട്ടും നമ്മുടെ മുൻപിൽ എടുത്തു വെക്കുന്നത്. ഇപ്പം മഹാത്മാഗാന്ധി, ഇറ്റ് വാസ് മഹാത്മാഗാന്ധി ദ ഫാദർ ഓഫ് അവർ നേഷൻ who contributed original ideas in economics since ദാദാഭായ് നവറോജി. അപ്പം ദാദാഭായ് നവറോജിക്ക് ശേഷം ഇപ്പം ശരിയായ രീതിയിലുള്ള സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി. അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ ചിന്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഹിസ് ഐഡിയാസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ഹിസ് ഫസ്റ്റ് ബുക്ക് ഹിന്ദ് സ്വരാജ്, പബ്ലിഷ്ഡ് ഇൻ 1909. 1909 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് ഏറ്റവും ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മൾക്ക് എത്തുന്നത്. ഗാന്ധിസ് ഐഡിയാസ് ഗവ് ഇമ്പോർട്ടൻസ് ടു മോറൽ വാല്യൂസ് ആൻഡ് റൂറൽ എക്കോണമി. ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. ഇതിനാണ് മോറൽ വാല്യൂസ് ആൻഡ് റൂറൽ എക്കോണമി, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്കുമാണ്. His ideas of trusteeship led to fresh thoughts in the area. ഈ ഏരിയയിൽ ഒരു നവീനമായിട്ടുള്ള ചിന്തകൾ നൽകുവാനായിട്ട് ഈ ആശയം ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. Through trusteeship, Gandhiji aimed at an economy which is the founded on the truth and non-violence. അപ്പം നമ്മൾ സത്യത്തിലും അഹിംസയിലും ഊന്നിയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കാണ് ഇതിലൂടെ അദ്ദേഹം പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇനി മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളെ നമുക്കൊന്ന് ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തൊക്കെയാണ്? അതാണ് കമ്പയർ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ആശയങ്ങളെ ഒന്ന് എന്ത് ചെയ്യുന്നത്, സംഗ്രഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് പ്രയോറിറ്റി ടു റൂറൽ അഗ്രികൾച്ചർ സിസ്റ്റം. ഇപ്പം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുന്നു, ഊന്നൽ നൽകിയിരുന്നത്. ഇനി അടുത്തതാണ് രണ്ടാമത്തെ പോയിന്റ്, എംഫസിസ് ഓൺ സ്മോൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ഇപ്പം ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടുതൽ എംഫസിസ്, ഊന്നൽ നൽകിയിരിക്കുന്നു. അടുത്തത് നമ്മൾ കാണുന്നതാണ് ഫോർമേഷൻ ഓഫ് ആൻ എക്കോണമി ബിൽറ്റ് ഓൺ ഇക്വാലിറ്റി. ഏതിലാണ്? സമത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് രൂപീകരിക്കണം എന്നുള്ള ഒരു ആശയമാണ്. അതോടൊപ്പം തന്നെ സെൽഫ് സഫിഷ്യന്റ് ആൻഡ് സെൽഫ് റിലയന്റ് ലോക്കൽ എക്കോണമി. ഇനി അതുപോലെ തന്നെ പ്രാദേശിക എക്കോണമി എങ്ങനെയുള്ളതായിരിക്കണം? സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം, സെൽഫ് റിലയന്റ് ആയിരിക്കണം. അപ്പം സ്വയം പര്യാപ്തത നേടിക്കൊണ്ടുള്ള ഒരു ലോക്കൽ എക്കോണമിയാണ് അദ്ദേഹം പ്രധാനമായിട്ടും വിഭാവനം ചെയ്തിട്ടുള്ളത്.
ക്രോഡീകരിച്ചിരിക്കുന്ന 3 ചിന്തകളാണ്: കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് മുൻഗണന, സമത്വത്തിൽ അടിയുറച്ചിട്ടുള്ള സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തതയ്ക്കും സ്വാശ്രയപരമായിട്ടുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചിന്തകൾ. ഇതൊക്കെയാണ് അദ്ദേഹം തന്റെ ചിന്തകളിലൂടെ ക്രോഡീകരണം എന്നല്ല, സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്കുള്ള ക്രോഡീകരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഗാന്ധിജിയുടെ ആശയങ്ങളെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള പ്രമുഖരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് അടുത്ത് നമുക്ക് നൽകിയിരിക്കുന്ന വ്യക്തികൾ. അപ്പൊ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്: ജെ.സി. കുമാരപ്പ, ശ്രീമാൻ നാരായണൻ, ധരംപാൽ. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത്. ഇവര് പ്രധാനമായിട്ടും കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കുമാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ അകത്ത് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ട ആശയങ്ങളാണ് അദ്ദേഹം ഇവര് തന്റെ പുസ്തകത്തിലൂടെ ഈ മുൻപോട്ട് വെച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞിരിക്കുന്നത്. Independent India's development to give priority to agriculture and small scale industry. ഇപ്പം പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഇന്ത്യൻ എക്കണോമിക്സിന്റെ അകത്ത് ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് വന്നിട്ടുള്ള വ്യക്തികളാണ് 3 പേര്. നമ്മൾ കണ്ടതാണ്. ആരൊക്കെയാണ്? കുമാരപ്പ, ശ്രീമൻ നാരായണൻ, അതുപോലെ തന്നെ മൂന്നാമത്തെയാണ് ധരംപാൽ എന്ന് പറയുന്നത്. ഇവരുടെ ആശയങ്ങൾ എന്താണ്? സാമ്പത്തിക ഇന്ത്യയുടെ വികസനത്തിന് ഏതൊക്കെ രീതിയിലുള്ളതാണ്? അഗ്രികൾച്ചർ രംഗത്ത്, കാർഷിക രംഗത്തും അതുപോലെ തന്നെ ചെറുകിട വ്യവസായ രംഗത്തും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ആണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകിയിട്ടുള്ളത്. ഇനി ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നത് അമർത്യ സെൻ ആണ്. ഇപ്പം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് സംഭാവന നൽകിയിട്ടുള്ളതും നോബൽ സമ്മാനം നേടിയിട്ടുള്ളതും 1998 നോബൽ സമ്മാനം നേടിയിട്ടുള്ള വ്യക്തിയാണ് അമർത്യ സെൻ എന്ന് പറയുന്നത്. ഇപ്പം അദ്ദേഹം മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ രചിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് മുതൽക്കൂട്ടായിട്ട് വന്നിട്ടുള്ളത്. അതിനാണ് നോബൽ സമ്മാനം 1998 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹം നൽകിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ചിന്തകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ദാരിദ്ര്യരേഖാ നിർണയത്തിലെ അപാകത അമർത്യ സെൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, തന്റെ പുസ്തകത്തിലൂടെ എടുത്തു പറയുന്നുണ്ട്. ഇനി ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയാണ് അദ്ദേഹം തന്റെ പഠനത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട്, പ്രാധാന്യം നൽകിക്കൊണ്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു രാജ്യത്തിന്റെ ആദ്യ വികസനത്തിന് ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിലൂടെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ അകത്ത് പുരോഗതി ഉണ്ടാകും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അതുപോലെ തന്നെ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്ന കാര്യങ്ങളിലും ക്ഷാമം അതുപോലെ തന്നെ അസമത്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തുടച്ചു നീക്കുവാൻ വേണ്ടിയിട്ട് രാജ്യം മുൻകൈ എടുത്തു കഴിയുമ്പോൾ അത് സാമ്പത്തിക പുരോഗതിക്ക് കാരണമാകുമെന്നാണ് അദ്ദേഹം തന്റെ പുസ്തകങ്ങളിലൂടെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. ഇനി അമർത്യ സെൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. Amartya Sen is an Indian economist who received the Nobel Prize for Economics in 1998. 1998 നോബൽ സമ്മാനം നേടിയിട്ടുള്ള ഇന്ത്യയിലെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ എന്ന് പറയുന്നത്. His major works covered vast areas like welfare economic inequality and development. അപ്പം അദ്ദേഹം ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലും വാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ വിപുലമായിട്ട് അദ്ദേഹം പഠനങ്ങൾ നടത്തുകയും ഇതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ തന്റെ പുസ്തകത്തിലൂടെ ലോകത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വെൽഫെയർ എക്കണോമിക്സ്, ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നതിൻ്റെ അകത്ത്, അതുപോലെ തന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് എക്കണോമിക് ഇനീക്വാലിറ്റി, പിന്നെ അസമത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, വികസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, സാമ്പത്തിക അസമത്വം അതുപോലെ തന്നെ വികസനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിലൂടെ പ്രധാനമായിട്ടും എടുത്ത് പറഞ്ഞിട്ടുള്ളത്. He pointed out the flaw of determining the poverty line. അപ്പൊ അദ്ദേഹം പറയുന്ന പോയിന്റ് ഔട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖ ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ അതുപോലെ തന്നെ concentrated his studies on poverty, inequality and farming. അപ്പൊ ഇതിൽ അദ്ദേഹം പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളിലാണ്. ഏത് കാര്യങ്ങളാണ്?
ദാരിദ്ര്യത്തിന്റെ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ അസമത്വം, അതുപോലെ തന്നെ ക്ഷാമം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ടും തന്റെ പഠനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനുള്ളൊരു സൊല്യൂഷൻ, ഒരു പരിഹാരമാണ് അങ്ങനെയൊക്കെ കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം തന്റെ പഠനത്തിലൂടെ ലോക ജനതയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞ, ഏറ്റവും ആദ്യം നമ്മൾ കണ്ട വ്യക്തിയാണ് ചാണക്യ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ട വ്യക്തിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അതെന്ന് പറയുന്നത് ദാദാഭായ് നവറോജി. ഇനി അതിനുശേഷം വന്നിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട വ്യക്തിയാണ് മഹാത്മാഗാന്ധി, രമേശ് ചന്ദ്ര ദത്ത്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അമർത്യ സെൻ. ഇങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരുകൾ മാത്രമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് ഇവര് ഏതൊക്കെ രീതിയിൽ സംഭാവന നൽകിയിട്ടുണ്ടെന്നും വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഈ പാഠം കഴിയുകയാണ്. ഇപ്പം ഈ എക്കണോമിക് തോട്ട്സ് എന്നുള്ള പാഠം ഇവിടെ വെച്ച് തീരുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ആശയങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം മനസ്സിലാകാത്ത ഭാഗങ്ങൾ വീണ്ടും വീണ്ടും എടുത്തൊന്ന് കാണുക. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അത് നിങ്ങൾ ഉത്തരം എഴുതി പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ആധുനിക ലോകത്ത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട്? ഇതാണ് തന്നിരിക്കുന്ന ചോദ്യം. How significant are the economic ideas put forward by Gandhi in the modern world? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവരും എഴുതി പോസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ചോദ്യമാണ് ഈ ഡയഗ്രാം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്കിവിടെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഈ വിട്ടുപോയിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾ അത് കണ്ടെത്തി പൂരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഡയഗ്രാം പൂർത്തിയാക്കിയിട്ട് ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ദാദാഭായ് നവറോജിയുടെ ആശയം എന്താണ്, ഇനി ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ക്ഷേമ രാഷ്ട്രം എന്ന് പറയുന്ന ആശയം ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പൂരിപ്പിക്കുവാൻ പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് പറഞ്ഞെന്നുള്ള വിവരം. ഈ ഡയഗ്രാം എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വിട്ടുപോയിട്ടുള്ള ഈ ഭാഗങ്ങൾ പൂരിപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഏകദേശം നമ്മൾ ഈ പാഠത്തിന്റെ ഉള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം മനസ്സിലാകാത്തതോ സിജോ മാഷ് എടുത്തതോ അല്ലെങ്കിൽ ഞാൻ എടുത്തതോ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അതനുസരിച്ച് നമ്മൾ അതിന്റെ ബാക്കി വിശദീകരണം തരുന്നതാണ്. അപ്പൊ എല്ലാ ഭാഗങ്ങളും ഏകദേശം രണ്ടുപേരും കൂടെ സിജോ മാഷ് ഞാനും കൂടെ ടച്ച് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ളതാണ് തോന്നുന്നത്. അപ്പം നല്ല രീതിയിൽ ഇത് കണ്ട് നിങ്ങൾ ഈ പാഠം നന്നായിട്ട് പഠിക്കുക. അപ്പം ഈ ക്ലാസ് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ നോട്ടും എഴുതുക, ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.